കുട്ടികളുടെ ശരീരം മുഖ്യമായി മാറി. അതുകൊണ്ടാണ് അവർക്ക് വിശക്കുമ്പോൾ അപ്പം മാഷ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എടുത്ത് തിന്നുക. ഒരു ട്രെൻഡ് നിങ്ങൾ +2 അധ്യാപകരോട് ചോദിക്കുക, അപ്പം തന്നെ വിറകുന്ന് പിടിച്ച് തിന്നും. അപ്പം തിന്നുമ്പോൾ മാഷ് പിടിക്കും, പുറത്താക്കും, വിശന്നാൽ പിന്നെ തിന്നണ്ടേന്ന് പറയും. ഒരു പുതിയ ട്രെൻഡാണത്. 11 മണിക്ക് 12 മണിക്കൊക്കെ കുട്ടികൾ വിശന്നാൽ അപ്പോൾ ബൈക്കും എടുത്ത് പോവുക പാതിര തട്ടുകടകളിലേക്ക്. അത്തരത്തിൽ ഈ ശരീര കേന്ദ്രീകൃതമായി മനസ്സിനെ ഡീലിറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ മനസ്സിനെ മതിപ്പിക്കുന്ന ലഹരിയെപ്പോലെ മറ്റൊരു ലഹരിയായിട്ട് ദൈവവിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിയാൽ എളുപ്പ വഴിയാണ്. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യലാണ്. മതത്തിൻ്റെ പേര് പറഞ്ഞാൽ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇടപെടാം. ചലനം ചലനം എന്നൊരു പാട്ടില്ലേ വയലാർ എഴുതിയത്? മുനിമാർ പണ്ട് പറഞ്ഞു വാഴ്വേ മായം. അതിലൊരു വരിയ ഈ യുഗം സൃഷ്ടിച്ച മനുഷ്യൻ പറഞ്ഞു വാഴ്വേ സത്യം. അപ്പോൾ യഥാർത്ഥത്തിൽ മതവിശ്വാസികളാണോ ശാസ്ത്രവിശ്വാസികളാണോ സത്യത്തിൻ്റെ പുറകെ പോകുന്നത്? നിങ്ങൾ ആലോചിക്കുക. ഈ സത്യം എന്ന വാക്കിലാണ് മതങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ശാസ്ത്രത്തിൽ അവർ വിശ്വസിക്കണം. ശാസ്ത്രമാണ് ഈ ലോകത്തിൻ്റെ മാറ്റമുണ്ടാക്കിയത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദൈവത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ച മനുഷ്യൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയിൽ ഞായറാഴ്ച കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം വക്കീലന്മാരും ഡോക്ടർമാരും ബുദ്ധിജീവികളും മാത്രമായിരുന്നു. സാധാരണക്കാർക്ക് എന്ത് സ്വാതന്ത്ര്യം? അവരുടെ ഹൃദയത്തിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ പിടിച്ചിട്ടാണ് രഘുപതി രാഘവ രാജാറാം. ആ രാമനെ അദ്ദേഹം ഉപയോഗിച്ചത് ഹിന്ദു എന്ന മതത്തിൻ്റെ ഡൊമിനേഷൻ ഭാരതത്തിലെ ഭരണകൂടത്തിൽ വരാതിരിക്കാനാണ്. ആ മതത്തിലെ ദൈവത്തെ അദ്ദേഹം ഉപയോഗിച്ചത് അല്ലേ? സവർക്കറിൻ്റെ ഇസം വിജയിക്കാതിരിക്കാനാണ് ഗാന്ധി രാമനെ ഉപയോഗിച്ചത്. രാമനെ ഉപയോഗിച്ചപ്പോഴാണ് ജനങ്ങൾ ഹേറാം ഹേറാം എന്ന് പറയുന്ന റാം റാം ബാബുജി എന്ന് പറയുന്ന ജനങ്ങളെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൽ അണിയേർന്നത്. രാമനെ ഉപയോഗിച്ചത് അന്ന് അദ്ദേഹം ഉപയോഗിച്ച രാമൻ്റെ ഇഫക്റ്റ് കൊണ്ടാണ്. രാമൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ CV രാമൻ ഇഫക്റ്റ് വേറെ ഉണ്ട്, അതല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിച്ച രാമൻ ഇഫക്റ്റ് കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും കാലം വർഗീയ ശക്തികൾക്ക് ഇന്ത്യയിലെ ഭരണകൂടത്തിൽ കയറിപ്പറ്റാൻ അവസരം. രാമൻ ഇഫക്റ്റ് കൊണ്ടാണ്. പക്ഷെ ആ രാമൻ ഇഫക്റ്റ് അതിൻ്റെ മൂല്യം കുറഞ്ഞപ്പോൾ ഒരത്ഭുതവും ഇല്ല. ഇന്ത്യയിൽ മതാധിഷ്ഠിതമായ ഭരണകൂടം വന്നതിന് ഒരത്ഭുതവും എനിക്ക് തോന്നാറില്ല. കാരണം എന്താ? അത്രയും മതാധിഷ്ഠിതമാണ് നമ്മുടെ സമൂഹം. ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ ആർക്കും വോട്ട് കിട്ടും. ഇപ്പം മലപ്പുറത്ത് മുസ്ലിമിൻ്റെ പേര് പറഞ്ഞാൽ ലീഗിന് വോട്ട് കിട്ടുന്നില്ലേ? ലീഗിന് വോട്ട് കിട്ടുന്നില്ലേ? അപ്പോൾ അത് ദേശീയ തലത്തിൽ ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞാൽ നമുക്ക് വോട്ട് കിട്ടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? എളുപ്പമല്ലേ? എന്തിന് വെറുതെ കഷ്ടപ്പെടുന്നു?